ഞങ്ങൾ ആദ്യമൊക്കെ ധരിച്ചിരുന്നത് നമ്മുടെ ചില ധാരണകൾ പിന്നീട് തെറ്റിപ്പോവും, കുറ്റം പറയാൻ പറ്റില്ല. ഞങ്ങൾ ആദ്യം ധരിച്ചിരുന്നത് ഈ കേരളത്തിൽ നിന്നുള്ള ഈ കേന്ദ്രമന്ത്രി സഹമന്ത്രി വി മുരളീധരൻ മാത്രമേ വിവരക്കേട് പറയൂ എന്നാണ് ഞങ്ങൾ ആദ്യം ധരിച്ചിരുന്നത്. കാരണം അദ്ദേഹം എപ്പോൾ വാതുറന്നാലും വരുന്നത് വിവരക്കേടുകൾ തന്നെയായിരിക്കുമെന്ന് അദ്ദേഹത്തിൻ്റെ വീഡിയോ ഒക്കെ കാണുന്നവർക്ക് നന്നായിട്ട് അറിയാം. പക്ഷേ പിന്നീട് മനസ്സിലായി രാജീവ് ചന്ദ്രശേഖർ എന്ന് പറയുന്ന മലയാളി കേന്ദ്രമന്ത്രിയും ഇടയ്ക്കിടയ്ക്ക് ചില വിവരദോഷം, അയാൾ നല്ല കച്ചവടക്കാരനാണ്, ബിസിനസ്സുകാരനാണ്. അങ്ങനെയാണല്ലോ രാജ്യസഭാ സീറ്റൊക്കെ കർണാടകയിൽ നിന്ന് നേടിയെടുത്തത് BJP-യിലേക്ക്. അങ്ങനെ കേന്ദ്രമന്ത്രിയായി. അദ്ദേഹവും ഈ കളമശ്ശേരി സ്ഫോടന കേസുമായി ബന്ധപ്പെട്ടിട്ട് ഇവിടെ വന്ന് ചില വിവരക്കേടുകൾ പറഞ്ഞപ്പോഴാണ് ഇത് മുരളീധരന് മാത്രമുള്ള പ്രശ്നമല്ലല്ലോ എന്ന് ഞങ്ങൾക്ക് തോന്നിയത്. ഇപ്പോൾ ഒരു കാര്യം വ്യക്തമായി, ഇത് മലയാളത്തിൽ നിന്ന് കേരളത്തിൽ നിന്ന് പോയ കേന്ദ്രമന്ത്രിമാർക്ക് മാത്രമല്ല, വേറെ ചില കിടാകടിയന്മാർക്ക് ഈ വിവരദോഷം ഉണ്ടെന്നും ഇപ്പം തോന്നിപ്പോകുന്നു. കഴിഞ്ഞ ദിവസം കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രി ഭൂപേന്ദർ യാദവ് വയനാട്ടിൽ വന്നിട്ട് പറഞ്ഞത് കേട്ടായിരുന്നോ? കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രിയാണ്. വയനാട്ടിൽ വന്യമൃഗശല്യം കാരണം മനുഷ്യരെയും മൃഗങ്ങൾ കൊന്നൊടുക്കുന്നു. കടുവയുടെ ആക്രമണം, ആനയുടെ ആക്രമണം, മനുഷ്യ ജീവൻ നഷ്ടപ്പെടുന്നു, മനുഷ്യ ജീവനുകൾ നഷ്ടപ്പെടുന്നു. അടിയന്തര പ്രശ്നമാണ്. അവിടെ മന്ത്രിമാരുടെ യോഗം കേരള സർക്കാർ വിളിച്ചുകൂട്ടി, വനമന്ത്രി ഉൾപ്പെടെ നേതൃത്വത്തിൽ. ഇതെല്ലാം കണ്ട് കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രി ഒന്ന് വന്നു വയനാട്ടിൽ നേരിട്ടെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തിയിട്ട് ഒരു പ്രസ്താവന കാച്ചി. അപകടകാരികളായ മൃഗങ്ങളെ കൊല്ലാനുള്ള അധികാരം സംസ്ഥാന സർക്കാരിനുണ്ട്. അത് ചീഫ് കൺസർവേറ്റർ ഓഫ് ഫോറസ്റ്റ് തീരുമാനിക്കാവുന്നതേ ഉള്ളൂ. അല്ലാതെ ഇതിനകത്ത് പ്രശ്നമൊന്നുമില്ല. പിന്നെ ഇതിനൊക്കെ നഷ്ടപരിഹാരം കൊടുക്കാനുള്ള ഫണ്ടും കേന്ദ്രം അനുവദിച്ചിട്ടുണ്ട്. എന്താ പോരെ. പക്ഷെ യാഥാർത്ഥ്യം എന്താണ്? ഒരു കേന്ദ്രമന്ത്രി ഈ രണ്ട് പ്രസ്താവനയും ശുദ്ധ അസംബന്ധവും വസ്തുതാവിരുദ്ധവുമാണെന്ന് ആ നിയമം നോക്കിയാൽ മനസ്സിലാവും. കേരളത്തിന്റെ വനമന്ത്രി AK ശശീന്ദ്രൻ ഇതിനോട് പ്രതികരിച്ചിട്ടുണ്ട്. ശരിക്കും എന്താണ് നിയമം പറയുന്നത്? എന്താണ് മന്ത്രി പറഞ്ഞത്? എന്താണ്? ആനയും ആടും തമ്മിലുള്ള വ്യത്യാസമാണ്. എന്താണത്? ഇപ്പൊ ഇത് വന്യജീവി ആക്രമണം കേരളത്തിലെ വലിയൊരു പ്രശ്നമാണ്, നമുക്കറിയാം. അതുകൊണ്ടാണ് ഈ വിഷയം ഞങ്ങൾ ഇവിടെ ചർച്ച ചെയ്യുന്നത്. എന്താണ് നിയമം പറയുന്നത്? അതായത് 2010 ശേഷം വന്ന വനനിയമങ്ങള്, കേന്ദ്രം കൊണ്ടുവന്ന വനനിയമങ്ങള്, കേന്ദ്രത്തില് ജയറാം രമേശ് മന്ത്രിയായിട്ടിരിക്കുന്ന സമയം മുതൽ UPA 2 കോൺഗ്രസിന്റെ നേതാവ് ജയറാം രമേശ് കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രിയായിരുന്ന കാലം മുതൽ ഇങ്ങോട്ട്, പിന്നെ BJP വന്നപ്പം മനേക ഗാന്ധി മന്ത്രിയായ കാലത്ത് ഈ നിയമങ്ങളെല്ലാം കർശനമാക്കി, കാട്ടിൽ കയറാൻ പറ്റാത്ത അവസ്ഥയാക്കി. അതിൻ്റെ ഇടയിലാണ് കേന്ദ്രമന്ത്രി വന്നിട്ട് ഈ അബദ്ധം പറയുന്നത്, ഈ വിഡിത്തരം പറയുന്നത്. കേന്ദ്ര വന്യജീവി നിയമം 11(a) പ്രകാരം മനുഷ്യന് അപകടകരമായ വന്യജീവിയെ പിടികൂടാനോ മയക്കുവെടി വയ്ക്കാനോ മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റാനോ സാധ്യമല്ലെന്ന് ചീഫ് വൈൽഡ് ലൈഫ് വാർഡന് ബോധ്യപ്പെട്ടെങ്കിൽ മാത്രമേ കൊല്ലാൻ ഉത്തരവിടാൻ പാടുള്ളൂ. അപ്പൊ ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ അത് ചീഫ് കൺസർവേറ്റർ ഓഫ് ഫോറസ്റ്റുമായിട്ട് ആലോചിച്ചിട്ട്, ഉന്നത വനം ഉദ്യോഗസ്ഥരുമായിട്ട് സ്റ്റേറ്റിലെ സംസ്ഥാനത്തെ ആലോചിച്ചിട്ട് അങ്ങനെ കൊല്ലാൻ ഉത്തരവിടാൻ പാടുള്ളൂ എന്നാണ് നിയമം പറയുന്നത്. ഇത് നടപ്പാക്കുന്നതിന് വളരെ കർക്കശ നിബന്ധനകളാണ് കേന്ദ്ര നിയമം അനുശാസിക്കുന്നത്. അപ്പോൾ വയനാട്ടിലോ ഇടുക്കിയിലോ അല്ലെങ്കിൽ ഗവിയിലോ അല്ലെ ശബരിമല വനത്തിലോ ഒരു കടുവ വനത്തിൽ നിന്ന്, അല്ലെ പുലി അല്ലെ ആന വനത്തിൽ നിന്ന് ഇറങ്ങി ജനവാസ മേഖലയിൽ വന്ന് നാശങ്ങളെല്ലാം ചെയ്താൽ, അക്രമം അഴിച്ചു വിട്ടാൽ, അല്ലെ ആരെങ്കിലും കൊന്നാൽ ഉടനെ ഒറ്റയടിക്ക് വൈൽഡ് ലൈഫ് വാർഡൻ തോക്കെടുത്ത് വെടിവയ്ക്കുക എന്ന് ഉത്തരവിടാനൊന്നും സാധിക്കത്തില്ല. ഈ നിയമത്തിന്റെ നൂലാമാലകൾ മുഴുവൻ പാലിച്ച് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. ഒരു കാട്ടുപന്നി എങ്ങനെയും മരിച്ച് ചത്തുകിടന്നാൽ അതിനെ പോസ്റ്റ്മോർട്ടം ചെയ്തിട്ട് അതിന്റെ മാംസം എരിച്ചിട്ട് നശിപ്പിക്കുക അല്ലെങ്കിൽ കുഴിച്ചു മൂടുകയോ ചെയ്യണം. ഒരു പന്നിയെ ഇങ്ങനെ കിട്ടിയാൽ തന്നെ ചെയ്യേണ്ടുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. അവിടെയാണ് കേന്ദ്ര നിയമത്തിലെ കാര്യം മറച്ചു വെച്ചിട്ട് ഒരു മന്ത്രി വന്നും വയനാട്ടിൽ പ്രഖ്യാപനം നടത്തിയിട്ട് അങ്ങ് പോയാൽ മതിയല്ല.
പിന്നെന്താ മീഡിയ ഇതെല്ലാം പൊക്കിയെടുത്തിട്ട് ദാ മന്ത്രി പറഞ്ഞിട്ടുണ്ട് കേന്ദ്ര സർക്കാരിന് ഇതിനകത്തൊന്നും പ്രശ്നമൊന്നുമില്ല, സംസ്ഥാന സർക്കാരിന് വെടിവെക്കാനുള്ള അധികാരമുണ്ട്. അപ്പൊ അതങ്ങ് ജനം വിശ്വസിച്ചോളൂ. അതാണ് ശരി. കാരണം ജനം വയലന്റ് ആണ്. വയനാട്ടിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ജനങ്ങള് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരെ, വനപാലകരെ ആക്രമിക്കുന്ന അവസ്ഥയാണ് അവരുടെ പ്രശ്നങ്ങൾ. അപ്പോൾ അതിൽ എരുതിയിൽ എണ്ണ ഒഴിക്കുന്ന ഒരു പ്രസ്താവനയാണ് ആര് നടത്തിയിട്ട് പോയത്? കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രി ഭൂപേന്ദ്ര യാദവ് നടത്തിയിട്ട് പോയിരിക്കുന്നത്. ഉത്തരവാദപ്പെട്ട ഒരു മന്ത്രി ഇങ്ങനെ ഒരു പ്രസ്താവന നടത്താൻ ശരിയാണോ നടത്തുന്നത്? ഇനി അദ്ദേഹം കേന്ദ്ര ഫണ്ട് അനുവദിച്ചെന്ന് പറയും. കേന്ദ്ര ഫണ്ട് അനുവദിച്ചതൊക്കെ എന്തിനാ? ഇതിനെ പ്രയോഗിക്കാൻ പറ്റില്ല, വിനിയോഗിക്കാൻ. അത് വന്യജീവി ആക്രമണത്തെ നേരിടാൻ ആ ഫണ്ട് ഉപയോഗിക്കാൻ പറ്റത്തില്ല. കേന്ദ്ര ഫണ്ട് അനുവദിച്ചിരിക്കുന്നത് പിന്നെ പരിഹാര വനവൽക്കരണമാണ്. അതായത് വനത്തിൽ മരം മുറിച്ചാൽ അല്ലെങ്കിൽ മരം മുറിച്ചു മാറ്റിയാൽ പകരം വനം ഫോറസ്റ്റേഷൻ നടത്തണം. അതാണ് പരിഹാര വനവൽക്കരണത്തിനാണ് ഫണ്ട്. പിന്നെ അധിക പരിഹാര വനവൽക്കരണം. ഇങ്ങനെ വനവൽക്കരണത്തിന് മാത്രമേ കേന്ദ്ര ഫണ്ട് അനുവദിച്ചിട്ടുള്ളൂ. വന്യജീവികളെ കൊല്ലാൻ ആ പൈസ ചെലവഴിക്കാൻ പറ്റത്തില്ല. അപ്പൊ എത്ര അടിസ്ഥാനരഹിതമായ കാര്യമാണ് ഒരു കേന്ദ്ര വനം മന്ത്രി വന്നിട്ട് നാട്ടിൽ വന്നിട്ട് കേരളത്തിൽ വന്നിട്ട് വയനാട്ടിൽ വന്നിട്ട് പ്രഖ്യാപിച്ചിട്ട് അങ്ങ് പോയേക്കുകയാണ്. ഇങ്ങനെയുള്ള മന്ത്രിമാരെ കൊണ്ട് ഒരു രാജ്യം എങ്ങനെ മുന്നോട്ട് പോകും? നമ്മൾ ആലോചിച്ച് നോക്കുക. പഠിച്ചിട്ട് വന്ന് പറയണ്ടേ ഒരു പ്രധാന വിഷയത്തിൽ ഏത് മന്ത്രിയാവട്ടെ. അതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞത് വി മുരളീധരൻ പോലെ, രാജീവ് ചന്ദ്രശേഖരൻ പോലെ ഒരാൾ വന്നിരിക്കുന്ന ഒരു മഹാൻ കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രി ഭൂപേന്ദ്ര യാദവ്. നമസ്കാരം.